പോയി ഗായ്സ്. അപ്പോൾ നമ്മുടെ സാധനം വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ജ്യൂസ് കേട്ടോ. നല്ല നല്ല ടേസ്റ്റാണ് മക്കളെ. 10 ഉറുപ്പിയുള്ളൂ. ഇവിടെ വന്നിട്ട് എല്ലാവരും കഴിച്ചോളേണ്ടി. നല്ല ടേസ്റ്റാണ്. ഇതാ കുർക്കുറയും ഈ ഒരു പാർലീസുമാണ് ഞങ്ങൾ വാങ്ങിയത്. നല്ല ടേസ്റ്റാട്ടോ. നല്ല ടേസ്റ്റ് ഇട്ടില്ലേ ഡി? ടേസ്റ്റ് ഇട്ടില്ലേ? നല്ല ടേസ്റ്റ് ഇട്ടില്ലേ? ഗായ്സ്, നമ്മൾ കുർക്കുറെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ക്ലാസ്സിലിരുന്ന് കഴിക്കാനാണ്. എല്ലാവരും എഴുതുമ്പം കഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾ കുർക്കുറെ കഴിക്കും. ഞങ്ങളെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ബബിഷ മാത്രം കുടിച്ചിട്ടില്ല. അതായത് ആയിഷയുടെ മുഖം ഞാൻ കാണിക്കാത്ത എന്താ വെച്ചാൽ ആയിഷ ഒരു മുഖം വിരോധിയാണ്. മുഖം കാണിക്കാനൊക്കെ താല്പര്യമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് മുഖം കാണിക്കാത്തത്. ബബിഷാസ് പാർലേജി ബബിഷ. ഗായ്സ്, നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. 5 രൂപയ്ക്ക് ആ ചേട്ടൻ തന്ന കടലയാണിത്. ഇത് 5 രൂപയ്ക്കൊന്നും ഇല്ല ഗായ്സ്. ഞങ്ങൾക്ക് ക്ലാസ് ചെയ്തിരിക്കണം. 10 ഉറുപ്പ്യല്ലേ ഗായ്സ്? 10 രൂപേൻ്റെ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ, പാക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലും കൂടുതൽ കിട്ടും. ഇത് നോക്കാൻ നമ്മളെ പറ്റിച്ച് 5 രൂപ വെറുതെ പോയി. എന്നിട്ട് ഇത് കീശയിലിട്. കീശ കൊള്ളില്ല. എൻ്റെ വീട്ടിലെത്തിയിട്ടില്ല, റൂമിലെത്തിയിട്ടില്ല, കോളേജിലെത്തി. അതായത് 3 എണ്ണങ്ങൾ ഓപ്പോസിറ്റ് വരുന്നുണ്ട്. ഇവരെയൊക്കെ മുഖം ഞങ്ങൾ ബ്ലർ ചെയ്തേക്കാം. കാരണം ഇവർക്ക് ഇനി വേറെ ഒരു പ്രശ്നം വരണം. ഈ കുടയിലായിട്ട് ഞങ്ങൾ തട്ടാൻ വന്നു. പിന്നെ അതാ നമ്മളിതാ ഇവിടെ ഡോൾഫിൻ ക്ലോത്തിങ് കെയർ. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുണ്ട് ഇവിടെ കൊടുത്തോളിട്ട്. ഡ്രൈ ക്ലീനിങ് നേരെ SBI ഓപ്പോസിറ്റ്. ശരിയാ. ഇതാട്ടോ മക്കളെ SBI, നമ്മളെ കോഴിക്കോടിൻ്റെ SBI ആണിത്. ഒരു ഓട്ടോറിക്ഷ ചേട്ടൻ വരുന്നുണ്ട്. ആമി അമൽ ഒരു ലോറി. അമ്പ ഓട്ടോറിക്ഷ ചേട്ടൻ്റെ ഇരിപ്പ് കാണും നോക്കിയാൽ കണ്ടാപ്പിയായിരിക്കും. ആ ചേട്ടൻ ഞങ്ങൾക്ക് കാറ് നിർത്തി തന്നു ഗായ്സ്. ഇതാ അവിടെ ഇലക്ഷന് നിൽക്കുന്നുണ്ട് കേട്ടോ അവരൊക്കെ. ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. സൗണ്ടായിട്ട് നമുക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. നമ്മൾ റിട്ടേൺ അടിക്കുകയാണ്. നമ്മൾ ആദ്യം അങ്ങോട്ട് ചായ കുടിക്കാൻ പോയാൽ അതിന് ഇപ്പം നമ്മൾ തിരിച്ചു വരികയാണ്. ചാവി ഇവിടെ വെച്ച് ചാവി കാറിൻ്റെ ചാവിയോ? കാറിൻ്റെ ചാവി ഞാൻ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടടി. എൻ്റെ കാറിൻ്റെ ചാവി എൻ്റെ ബാഗിലല്ലേ? ഇതാ ഇല്ല എടി, നമുക്ക് കുറച്ച് നേരം AC ഇട്ടിട്ട് കാറിലിരുന്നാലോ? ബബിഷ, നിന്റെ കാറിൻ്റെ കീ എവിടെ? നിന്റെ കാറിൻ്റെ കീയിലിട്ടിട്ട് നമുക്ക് ഇരുന്നാലോ? അമ്മമ്മ വരുന്നുണ്ട് കേട്ടോ. ജിബിനേൻ്റെ ഹസ്ബൻഡ് വിളിക്കുന്നുണ്ട്. എവിടെയാന്ന് ചോദിച്ചിട്ട്. അവൾ ജ്യൂസ് കുടിക്കാൻ പോയ കാര്യം അവൾ ഹസ്ബൻഡിനെ അറിയില്ല കേട്ടോ ഗായ്സ്. ഇതാണ് നമ്മുടെ ഈ അശോക ലേലാൻഡിലെ സെക്യൂരിറ്റി ചേട്ടൻ. ഇതാണ് കേട്ടോ. നമ്മൾ ക്ലാസ്സിൻ്റെ അകത്തേക്ക് പോവാണ് ഗൈസ്. ഞാൻ അടുത്ത വീഡിയോയിൽ ക്ലാസ്സിൻ്റെ അകമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു വെൽനസ് ഫിസിയോതെറാപ്പി ഒക്കെ ഉണ്ട്. ഇത് വിലക്ക് കൊടുത്തിട്ട് വല്ല മന്തി ഷോപ്പൊക്കെ ആക്കുകയാണെങ്കിലുണ്ടല്ലോ, ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം വന്ന് മന്തിയെങ്കിലും കഴിക്കായിരുന്നു. ഇതൊക്കെ വെറുതെ അടച്ച് കിടക്കുകയാണ് ഗൈസ്. വെറുതെ അടച്ചിട്ടേക്കുക. ഒന്ന് തുറന്നിട്ട് എന്തെങ്കിലും ഷോപ്പാക്കിക്കൂടെ ഇവർക്ക്. പിന്നെ ഇവിടെ കുറേ പെയിൻറ്റിൻ്റെ ഷോപ്പുണ്ട്. ഇതൊക്കെ എന്തിനാണ് ഇവിടെ കൊണ്ടുവച്ചതെന്ന് എനിക്കറിയാം. ഒന്ന് തിന്നാൻ പറ്റുന്നതൊക്കെ കൊണ്ടുവെക്കണ്ടേ? ഈ പെയിൻ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട് കുടിക്കാൻ പറ്റുമോ? നമ്മളിതാ എത്തിയിട്ടോ. ഇവിടെ 2 ആൾക്കാർ നിൽക്കുന്നുണ്ട്. ക്ലാസ് കട്ട് ചെയ്ത് നിൽക്കാൻ തോന്നുന്നു ഗായ്സ്. നമുക്കുള്ളിലേക്ക് കയറാം. ഇതാണ് നമ്മളുടെ കോളേജിൻ്റെ എൻട്രൻസ് കേട്ടോ. ഇത് ഞാൻ ഉള്ളിലുള്ളത് വേറൊരു വീഡിയോ ആക്കി കാണിച്ചു തരാം. നമ്മളിവിടെ നല്ല ചെടികളൊക്കെ ഉണ്ട്. ബബിഷ ഡെയിലി ഇതിൻ്റെ മുകളിൽ നിന്ന് കൊമ്പ് ഒടിച്ചു പോകും. അവളെ വീട്ടിൽ കുഴിച്ചിടാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇത് പിടിക്കലില്ല കേട്ടോ. ഇതിൻ്റെ വേരുണ്ടെങ്കിൽ മാത്രമേ ഈ ചെടി പിടിക്കുള്ളൂ. ഇതാണ് ആയിഷ നടന്നു പോവാണ്. ആയിഷൻ്റെ ഫേസ് ഞാൻ കാണിക്കുന്നില്ല. ഇവിടെ കുറച്ച് ഏട്ടന്മാരിയ്ക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഓഫീസ് റൂം. അവിടെ ഒരു ചക്കത മുടിയൊക്കെ ശരിയാക്കുന്ന. അങ്ങനെ ഞങ്ങളിങ്ങനെ ഉള്ളോട്ട് കയറി. ഓ മൈ ഗോഡ്, ഞങ്ങളുടെ ക്ലാസ്സിൽ കുറേ കുട്ടികൾ കയറിയിരിക്കുന്നു. നമ്മുടെ ക്ലാസ്സിൽ AC ഒക്കെ ഉണ്ട് ഗായ്സ്.
ഇതാണ് ഗൈസ് ഞങ്ങളുടെ കോളേജ് മിറർ. വലിയ മിററാണ്, ഫുൾ ഗ്ലാസ്സൊക്കെ ആയിട്ടുള്ള മിററാണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ റൂം വരുന്നത്. ഇവിടെ ഒരു ചേച്ചി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി പാവം ചേച്ചി ഞങ്ങളെ കണ്ടിട്ട് എണീറ്റ് പോയി. ഇവിടെ വെള്ളമൊക്കെ കേൾക്കുന്നതാണ്. അവിടെ ഇങ്ങനെ നമ്മുടെ ഓക്കെ വി ആർ ഗോയിങ് ഗൈസ്.